ഹായ് സ്റ്റുഡൻസ്, നമുക്ക് റിമൈനിങ് പോർഷൻസിലേക്ക് പോവാം. അപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റാൻഡം വേരിയബിൾസിനെ പറ്റിയിട്ടും ഡിഫറെൻറ്റ് 2 ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിൾസിനെ പറ്റിയിട്ടും അതിനുശേഷം റാൻഡം വേരിയബിളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 ഫംഗ്ഷൻസിനെ പറ്റിയിട്ടുമാണ്. അപ്പോൾ ഇന്നലെ വി വർ ഡിസ്കസിങ് അബൌട്ട് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ദാറ്റ് ഈസ് നമ്മുടെ കയ്യിലൊരു റാൻഡം വേരിയബിൾ ഉണ്ട്. ആ റാൻഡം വേരിയബിൾ ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് വെച്ചാൽ റാൻഡം വേരിയബിളിന്റെ റേഞ്ച് നമുക്കിങ്ങനെ കോമയിട്ട് എഴുതാൻ പറ്റുന്നത്. അത് ഫൈനൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ കൗണ്ടബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ റാൻഡം വേരിയബിളിലെ 2 ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസിനെ പറ്റിയാണ് പറഞ്ഞു തുടങ്ങിയത്. സോ യെസ്റ്റർഡേ വി ഡിസ്കസ്ഡ് റിഗാർഡിംഗ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ നമ്മൾ സ്മോൾ എഫ് എക്സ് എന്നോ അല്ലെങ്കിൽ ക്യാപിറ്റൽ പി എക്സ് എന്നോ ഡിനോട്ട് ചെയ്യും. ക്യാപിറ്റൽ പി എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് ദ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. ആൻഡ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ്. അതായത് എക്സിന്റെ ഏതെങ്കിലും ഒരു വാല്യൂ, സപ്പോസ് ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളിന് 3 വാല്യൂസ് ആണ് ഉള്ളതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 3 പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻസിനെ കിട്ടും. ആദ്യത്തേത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1, അടുത്തത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2, അടുത്തത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3. ഇങ്ങനെ എക്സിന്റെ ഓരോരോ വാല്യൂസ് എടുക്കാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനിയും പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റിയോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും അതിനുണ്ടാവും. 2 ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ആണ് അതിനുള്ളത്. ആദ്യത്തേത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ വാല്യൂ എപ്പോഴും 0യുടെയും 1ന്റെ ഇടയിൽ കിടക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം എക്സിന് 3 വാല്യൂസ് ആണെങ്കിൽ ആ 3 PDF കൂടെ തമ്മിൽ ആഡ് ചെയ്താൽ അതിന്റെ വാല്യൂ 1 ആകും. അതായത് എപ്പോഴും PDF തമ്മിൽ അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻസ് തമ്മിൽ ആഡ് ചെയ്താൽ അതിന്റെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഈ 1 എന്ന് പറയുന്നത് തന്നെയാണ് എപ്പോഴും നമ്മുടെ ടോട്ടൽ പ്രോബബിലിറ്റി, സാമ്പിൾ സൈസിന്റെ പ്രോബബിലിറ്റി. അതിലോട്ടാണ് ഇത് എത്തുന്നത്. ഓക്കെ, അപ്പോൾ വിൽ ജസ്റ്റ് സീ സം 1 or 2 എക്സാമ്പിൾസ്. ഫസ്റ്റ് ലെറ്റ് us check the case of a fair die. fair die എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ഡൈ. സോ സപ്പോസ് എ ഫെയർ ഡൈ ഈസ് ത്രോൺ. ഒരു ഡൈ നമ്മൾ റോൾ ചെയ്യാണ്. ആൻഡ് റാൻഡം വേരിയബിളിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ലെറ്റ് എക്സ് ബി ദ നമ്പർ അപ്പിയറിംഗ് ഓൺ ദ ഡൈ. നമ്മളെപ്പോഴും അതിനെ ലെറ്റ് എക്സ് ബി ദ നമ്പർ ഷോൺ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഒരു ഡൈ റോൾ ചെയ്യാണ്. ആ റോൾ ചെയ്യുന്ന ഡൈയുടെ ഫേസിനെ അല്ലെങ്കിൽ നമ്പർ ഷോണിനെയാണ് നമ്മൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ക്ലിയർലി എക്സിന്റെ വാല്യൂസ് എന്തായിരിക്കും? 1, 2, 3, 4, 5, 6. അതായത് ആ റാൻഡം വേരിയബിളിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 ആയിരിക്കും. അപ്പോൾ വി ആർ ഗോയിങ് ടു ട്രൈ ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ഇ എക്സ്. ഓക്കെ, അപ്പൊ ഇവിടെ എക്സിന് 6 വാല്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് പി ഓഫ് 1, പി ഓഫ് 2, പി ഓഫ് 3, പി ഓഫ് 4, പി ഓഫ് 5 ആൻഡ് പി ഓഫ് 6 ആണ്. എന്താണ് ഈ പി ഓഫ് 1? പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ്. അതായത് ആ ഒരു വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി ആണ് അതിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതനുസരിച്ച് പി ഓഫ് 1 എന്ന് പറയുന്നത് വിൽ ബി പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഈക്വൽ ടു 1. ഇത് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഈക്വൽ ടു 2. അടുത്തത് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഈക്വൽ ടു 3, probability that x equal to 4, probability that x equal to 5 and ഇത് probability that x equal to 6. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ളത് ഒരു ഡൈ റോളിംഗ് എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ അതിന്റെ ആകെയുള്ള ഔട്ട്കംസ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6. ആകെയുള്ള ഔട്ട്കംസ് 1, 2, 3, 4, 5, 6 ആണ്. അതിൽ ഓരോന്നും കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഒരു ഡൈ റോൾ ചെയ്യുമ്പം എക്സിന്റെ വാല്യൂ 1 ആകാൻ അല്ലെ 1 എന്ന് പറഞ്ഞ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ആകെ 6 ഔട്ട്കംസ്, അതിൽ ഒരെണ്ണമാണ് ഫേവറബിൾ. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/6. നമ്പർ 2 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ത് തന്നെയായിരിക്കും? എഗെയിൻ അത് 1/6 തന്നെ ആയിരിക്കും. കാരണം ഡൈ റോൾ ചെയ്യുമ്പം
ഏത് നമ്പർ ഔട്ട്കം ആയിട്ട് വരാനുള്ള പ്രോബബിലിറ്റിയും 1/6 തന്നെയായിരിക്കും. അപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ എല്ലാ PMFന്റെ വാല്യൂസും എന്ത് തന്നെയാണ്? 1/6 തന്നെയാണ്. അങ്ങനാണെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ നിരത്തി എഴുതുന്നതിന് പകരം വളരെ കംഫർട്ടബിൾ ആയിട്ട് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാം? അതിനെ ഒന്ന് കമ്പൈൻ ചെയ്ത് എഴുതാം. അതാണ് ഈ കിടക്കുന്നത്. എന്താണ് ഈ എഴുതിയേക്കുന്നത് നോക്കൂ. PX is equal to 1/6. എപ്പോഴൊക്കെയാണ് 1/6 ആവുന്നത്? എക്സിന്റെ വാല്യൂ 1 2 3 4 5 6 ആവുമ്പോൾ, കോമ എക്സ് ഈക്വൽ ടു 1 2 3 4 5 6. അപ്പൊ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ 1 2 3 4 5 6 എന്ന വാല്യൂസ് എടുക്കുകയാണെങ്കിൽ എല്ലാം PX എന്തായിരിക്കും? 1/6 ആയിരിക്കും. അപ്പൊ ഇതിനകത്തോട്ട് നമ്മൾ എക്സിന് 1 എന്നിട്ടാൽ P of 1 ഈക്വൽ ടു 1/6, എക്സിന് 2 എന്നിട്ടാൽ P of 2 ഈക്വൽ ടു 1/6. ഈ എഴുതിയേക്കുന്നതിനെ തന്നെ നമ്മളൊന്ന് കൺസോളിഡേറ്റ് ചെയ്ത് എഴുതുകയാണ്. ഇപ്പൊ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ നിരത്തി ഓരോന്നും എഴുതി വെച്ചാലും ഇറ്റ് ഈസ് ഓക്കെ. നമ്മൾ അതിനെ വെറുതെ ഒന്ന്, സത്യത്തിൽ നമ്മൾ അത് കൺസോളിഡേറ്റ് ചെയ്ത് എഴുതി പഠിക്കണം. അതാണ് അതിന്റെ കറക്റ്റ് മെത്തേഡ്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ യു ക്യാൻ സേ PX ഈക്വൽ ടു 1/6, എക്സ് ഈക്വൽ ടു 1 2 3 4 5 6. ഈ ഇങ്ങനെ എഴുതുന്നതിന്റെ അർത്ഥം PXന് എക്സ് 1 2 3 4 5 6 ആവുമ്പോൾ ഉള്ള വാല്യൂ 1/6ഉം ബാക്കി എല്ലാ സ്ഥലത്തും എക്സിന് നിങ്ങൾ വേറെ ഏത് വാല്യൂ കൊടുത്താലും PXന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? ഒരു ഡൈ റോളിങ്ങിന് ആകെ ഇത്ര ഔട്ട്കംസേ ഉള്ളൂ. ആ ഔട്ട്കംസിൽ മാത്രമേ നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ഡൈ റോൾ ചെയ്തിട്ട് നമ്പർ 100 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്ന് ചോദിച്ചാൽ അത് എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി ഒരിക്കലും നമുക്ക് ഡൈ റോൾ ചെയ്താൽ നമ്പർ 100 കിട്ടില്ല. സോ പ്രോബബിലിറ്റി 0 ആയിരിക്കും. അപ്പോൾ 1 2 3 4 5 6 ഒഴികെയുള്ള ബാക്കി എന്ത് വാല്യൂ നിങ്ങൾ എക്സിന് കൊടുത്താലും പ്രോബബിലിറ്റി 0 ആയിരിക്കും. അതാണ് ഈ രണ്ടാമത് എഴുതിയേക്കുന്നതിന്റെ മീനിങ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ മനസ്സിലാവും. സോ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് ഒരു റാൻഡം വേരിയബിളിന്റെ ആദ്യത്തെ ഐഡന്റിറ്റി അല്ലെങ്കിൽ അതിന്റെ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്, ഒന്നുകൂടെ ഞാൻ പറയാം, എന്താണ് ഡെഫിനിഷൻ? P of small x is equal to probability that capital X equal to small x. ഇവിടെ 2 വന്നാൽ ഇവിടെയും 2 വരും, ഇവിടെ 5 വന്നാൽ ഇവിടെയും 5 വരും. എക്സിന്റെ വാല്യൂവിനെയാണ് നമ്മൾ സ്മോൾ എക്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. ഇനി നമ്മൾ റാൻഡം വേരിയബിളിലെ രണ്ടാമത്തെ ഫംഗ്ഷനിലോട്ട് പോവാണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നാണ്. അതിനെ നമുക്ക് വെറുതെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നും വിളിക്കാം. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അതുകൊണ്ടാണ് CDF എന്നും എഴുതിയേക്കുന്നത്. അപ്പൊ ഒന്നീ നമുക്ക് അതിനെ വെറും DF ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ CDF. എന്താണ് CDF? ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അങ്ങനെ വേണേലും നമുക്ക് വിളിക്കാം. ഇനി അതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ FX എന്നാണ്. നൊട്ടേഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ സ്മോൾ FX അല്ലെങ്കിൽ ക്യാപിറ്റൽ P of X എന്ന് ഡിനോട്ട് ചെയ്യും. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ FX എന്നാണ്. And that is defined as probability of x less than or equal to small x. X equal to small x ആയിരുന്നു probability mass function. X less than or equal to small x ആണ് probability അല്ല, distribution function, cumulative distribution function. ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെക്കാട്ടിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് റാൻഡം വേരിയബിൾ നിൽക്കാനുള്ള പ്രോബബിലിറ്റി. ക്യാപിറ്റൽ FX is equal to probability of capital X less than or equal to small x. അപ്പൊ ഇതാണ് ഡെഫിനിഷൻ. ഇനി ഈ ഡെഫിനിഷൻ അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പൊ തൊട്ട് മുന്നേ നമ്മൾ ഡൈ റോളിംഗ് എക്സ്പെരിമെന്റ് പറഞ്ഞായിരുന്നു. അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1/6 ആണ് ഫോർ എക്സ് ഈക്വൽ ടു 0 1 2 3 4 5 6 എന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ തന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂ. ഇപ്പൊ ഇവിടെ
സ്മോൾ എക്സ് എന്ന് പറയുന്നത് എക്സിന്റെ ഒരു വാല്യൂ ആണ്. അപ്പൊ എക്സിന് നമ്മുടെ ഇവിടുത്തെ എക്സിന്റെ വാല്യൂ എന്താണ്? 1 2 3 4 5 6 ആണ്. അപ്പൊ ഇതിൽ ഏതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് വേണേലും നമുക്ക് എഫ് എക്സ് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മളിവിടെ എക്സിന്റെ വാല്യൂ 3 ആവുന്ന കേസ് മാത്രം നോക്കുകയാണ് കേട്ടോ, ഒരു എക്സാമ്പിൾ ആയിട്ട്. സോ വാട്ട് ഈസ് എഫ് ഓഫ് 3? ക്യാപിറ്റൽ എഫ് ഓഫ് 3 ഡെഫിനിഷൻ അനുസരിച്ച് അത് എന്തായിരിക്കും? ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ് ആയിരിക്കും. ഇവിടെ വരുന്നത് തന്നെ ആയിരിക്കണം ഇവിടെയും വരേണ്ടത്. അപ്പോൾ എഫ് ഓഫ് 3 എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. നമ്മുടെ എക്സിന്റെ ആകെയുള്ള റേഞ്ച് 1 2 3 4 5 6 ആണ്. നമുക്കിവിടെ വേണ്ടുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3യുടെ പ്രോബിലിറ്റി ആണ്. അപ്പൊ ഇതിനകത്ത് ഈ ടോട്ടൽ റേഞ്ചിൽ നിന്ന് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര വാല്യൂസ് ഉണ്ട്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് വെച്ചാൽ എന്താ? 3യോ 3യെ കാട്ടി കുറവോ. അപ്പൊ ഈ ഇത്രയും വാല്യൂസിൽ 3യോ 3യെ കാട്ടി കുറവോ ആയിട്ടുള്ള ആരൊക്കെയാണ്? 1ഉം 2ഉം 3യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനീക്വാളിറ്റിക്ക് പകരം എന്ത് എഴുതാം? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂസ് എഴുതാം. സോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 2 3. നമ്മൾ ഇതുപോലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. കോമ ഇട്ട് എഴുതിയാൽ സം ആണെന്നാണ് അർത്ഥം. So it is equal to probability of x equal to 1 plus probability of x equal to 2 plus probability of x equal to 3. ഇനി സത്യത്തിൽ ഒരു സ്റ്റെപ്പ് കൂടെ വേണം നമുക്ക് എഴുതാം. നമ്മളിവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഇപ്പൊ എങ്ങനെ കൺവേർട്ട് ചെയ്തു? ഈക്വൽ ടു ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഈക്വൽ ടു ആയിട്ട് കൺവേർട്ട് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി അവിടെ ആരാ വരുന്നത്? നമുക്ക് എന്താ അറിയാവുന്നേ? പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് എന്നാണെന്ന് അറിയാം. അപ്പൊ അതനുസരിച്ചിട്ടാണെങ്കിൽ ഇത് പി ഓഫ് 1 പ്ലസ് പി ഓഫ് 2 പ്ലസ് പി ഓഫ് 3 ആണ് അല്ലേ? എക്സ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ പി ഓഫ് 1, എക്സ് ഈക്വൽ ടു 2 എന്ന് വെച്ചാൽ പി ഓഫ് 2, എക്സ് ഈക്വൽ ടു 3 എന്ന് വെച്ചാൽ പി ഓഫ് 3. എന്താണ് പി ഓഫ് 1 2 3യുടെ വാല്യൂ ഇവിടുന്ന്? പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1/6 ആണ്, പി ഓഫ് 2 എന്ന് പറയുന്നതും 1/6 ആണ്, പി ഓഫ് 3 എന്ന് പറയുന്നതും 1/6 ആണ്. അപ്പൊ അത് അവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈനൽ ആൻസർ എന്ത് വരും? 1/6 plus 1/6 plus 1/6 equal to 3/6 which is equal to 1/2. അപ്പൊ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ സാധാരണ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിന്റെ ഡെഫിനിഷൻ എഴുതുന്നു. ഡെഫിനിഷനകത്ത് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും വരിക. എന്നിട്ട് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂസ് എടുത്ത് എഴുതിയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന്റെ ടേംസിലോട്ട് ആക്കിയിട്ട് അതിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ മെത്തേഡ് വെച്ച് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് പ്രോബ്ലംസ് വരാം. ഓക്കെ, അവിടെ പക്ഷെ അത് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. കാണിച്ചു തരാം. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇത് തന്നെ ആണെങ്കിലും അവിടെ എക്സിന്റെ വാല്യൂസ് എടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പൊ നമുക്ക് ഡൈറോളിംഗ് എക്സ്പെരിമെന്റിന്റെ വേണേൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ആഡ് ചെയ്യാം. ഇവിടെ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. To find the distribution function of x when x is the outcome of a die rolling experiment. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു നമ്പർ ലൈൻ വരച്ചിട്ട് ആ റാൻഡം വേരിയബിളിന്റെ പോസിബിൾ വാല്യൂസ് അതിൽ എഴുതണം. അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എന്താണ്? ഡൈ റോളിംഗ് എക്സ്പെരിമെന്റിന്റെ ഔട്ട്കം ആണ്. അപ്പൊ നമുക്കറിയാം എക്സിന്റെ വാല്യൂസ് എന്തായിരിക്കും? 1 2 3 4 5 6 ഇത്രയായിരിക്കും എക്സിന്റെ വാല്യൂ അല്ലേ? ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒരു പ്രത്യേക രീതിയിലെ അങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യാവും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്താണ്? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. അപ്പൊ ഈ സ്മോൾ എക്സിന്റെ വാല്യൂസ് ആണ് ആദ്യം ഡിസൈഡ് ചെയ്യേണ്ടത്. സ്മോൾ എക്സിന്റെ വാല്യൂസ് 1 2 3 4 5 6 എന്നല്ല എടുക്കേണ്ടത്, ഇന്റർവെൽസ് ആയിട്ട് വേണം എടുക്കാൻ. അപ്പൊ നമ്മുടെ റാൻഡം വേരിയബിളിന്റെ ടോട്ടൽ റേഞ്ചിനെ നമ്മൾ ഇങ്ങനെ ഒരു നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഇന്റർവെൽസ് ആണ് തപ്പിയെടുക്കേണ്ടത്. ഇന്റർവെൽസ് എന്ന് വെച്ചാൽ ആദ്യത്തെ ഇന്റർവെൽ എന്ന് പറയുന്നത് ഈ ഏരിയ ആണ്. ഈ ഏരിയ എന്താ? ദിസ് ഏരിയ ഈസ് ആക്ച്വലി എക്സ് ലെസ് ദാൻ 1. ഇതാണ് ഒന്നാമത്തെ ഏരിയ. ഓക്കെ, രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഏരിയ നമുക്ക് എങ്ങനെ പറയാം? ആ ഏരിയ
1നും 2നും ഇടയിൽ എക്സ് കിടക്കുന്നത്. അപ്പം ഇതിനെ നമുക്ക് 1, ഇത് രണ്ടാമത്തെ ഇന്റർവെൽ ആണ്. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2. റൈറ്റ് സൈഡില് ലെസ് ദാൻ എന്ന് മാത്രമേ എഴുതാവൂ. ഇങ്ങനെ ഇന്റർവെൽസ് വെച്ചിട്ട് വേണം ക്യാപിറ്റൽ എഫ് എക്സ് കണ്ടുപിടിക്കാൻ. ക്യാപിറ്റൽ എഫ് എക്സ് കണ്ടുപിടിക്കുന്ന ഒരു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് സാധനമാണ്. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. ഒരു റാൻഡം വേരിയബിളിന്റെ എന്താ പറയാ, ഒരു റാൻഡം വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ആ റാൻഡം വേരിയബിളിന്റെ റേഞ്ചിനെ ഒരു സെക്കൻഡ് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ചെയ്തുതരാം. ആ റാൻഡം വേരിയബിളിന്റെ ടോട്ടൽ റേഞ്ചിനെ ഒരു നമ്പർ ലൈനായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഒന്നുകൂടെ നമുക്കത് വരയ്ക്കാം. ഒരു നമ്പർ ലൈനിൽ റാൻഡം വേരിയബിളിന്റെ ടോട്ടൽ റേഞ്ചിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു സെക്കൻഡ് പിള്ളേരെ, സ്പേസ് ഉണ്ടായിക്കോട്ടെ അവിടെ. ഓക്കെ, സോ റാൻഡം വേരിയബിളിന്റെ ടോട്ടൽ റേഞ്ചിനെ നമ്മളൊരു നമ്പർ ലൈനായിട്ട് റെപ്രസെന്റ് ചെയ്യണം. കുറച്ച് പാടാണ്, വേർഡിനകത്ത് റൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രോബ്ലം വരുന്നത്. ഓക്കെ, സോ ഇപ്പം ഇവിടെ ഡൈ റോളിംഗ് എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് നമ്മൾ നമ്പർ ലൈനിലെ വാല്യൂസ് വരുന്നത് 1, 2, 3, 4, 5, 6. ഇവിടെ സ്പേസ് ഇട്ട് എഴുതാം. എല്ലാം ശരി, മായ്ക്കാൻ സമ്മതിക്കുന്നില്ല. ഓക്കെ, കുറെ നേരമായിട്ട് നമ്പർ ലൈൻ വരയ്ക്കുകയാണ് അല്ലേ. സോ നമ്പർ ലൈൻ, അപ്പം അതിനകത്ത് ആദ്യത്തെ വാല്യൂ 1, 2, 3, 4, 5, 6. എന്നിട്ട് ചെയ്യേണ്ടത് ഇന്റർവെൽസിനെ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഇവിടെ എക്സിന് 6 വാല്യൂസ് ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് 7 ഇന്റർവെൽസ് വരും. ആദ്യത്തെ ഇന്റർവെൽ എന്ന് പറയുന്നത് ഇതാണ്, ഫസ്റ്റ് വൺ. അടുത്തത് 2, അടുത്തത് 3, ഇത് 4, ഇത് 5, ഇത് 6, ഇത് 7. ഇങ്ങനെ 7 ഇന്റർവെൽസ് ആയിട്ടാണ് നിങ്ങൾ എക്സിന്റെ വാല്യൂസ് എഴുതേണ്ടത്. ഒന്നാമത്തെ ഇന്റർവെൽ എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് വാല്യൂവിനെക്കാട്ടി കുറഞ്ഞുള്ള സ്ഥലം, അതെന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ 1. രണ്ടാമത്തേത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2. അടുത്തത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 4. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 6. ഇനി ഇതെന്താണ്, 6നെക്കാട്ടി കൂടിയ സ്ഥലം ആയതുകൊണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. ഇങ്ങനെ ഇന്റർവെൽസിനെ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് ഓരോരോ ഇന്റർവെൽ ആയിട്ട് എടുത്തുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ഇന്റർവെൽ എടുക്കാം. എന്തായിരുന്നു ഒന്നാമത്തെ ഇന്റർവെൽ? എക്സ് ലെസ് ദാൻ 1. അപ്പൊ ഇവിടെയാണ് നമ്മുടെ എക്സ് കിടക്കുന്നത്, ഈ സ്ഥലത്ത്, ഒന്നിനെക്കാട്ടി താഴെ. അപ്പൊ നമ്മുടെ ആവശ്യം എന്താ? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഡെഫിനിഷൻ എഴുതി, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്, അതാണ് ഡെഫിനിഷൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ എക്സിന്റെ വാല്യൂസ്, ഡൈ റോളിംഗിൽ എക്സിന് ആകെ എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതാ? 1, 2, 3, 4, 5, 6 ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഈ ഇന്റർവെല്ലിൽ, ഒന്നാമത്തെ ഇന്റർവെല്ലിൽ ഉണ്ടോ? എക്സിനെക്കാട്ടി 1നെക്കാട്ടി കുറവെന്ന് പറയുന്ന ഒന്നാമത്തെ ഇന്റർവെല്ലിൽ എക്സിന്റെ ഏതെങ്കിലും വാല്യൂസ് കിടപ്പുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പ്രോബബിലിറ്റി 0 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ഇന്റർവെല്ലിലോട്ട് പോവാണ്. ഒന്നാമത്തെ ഇന്റർവെൽ കഴിഞ്ഞു, രണ്ടാമത്തെ ഇന്റർവെല്ലിലേക്ക് പോവാണ്. രണ്ടാമത്തെ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് ഇവിടെ എവിടെയോ ആണ് കിടക്കുന്നത് അല്ലെ, ഈ 1നും 2നും ഇടയിൽ എവിടെയോ ആണ് നമ്മുടെ എക്സ് കിടക്കുന്നത്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2. എഗെയിൻ നമ്മൾ ഫോർമുല എഴുതി, ഇവിടെ എന്റെ സ്മോൾ എക്സ് ഇതിൽ ഇടയിൽ എവിടെയോ, 1നും 2നും ഇടയിൽ എവിടെയോ ആണ് എന്റെ സ്മോൾ എക്സ് കിടക്കുന്നത്, ഇതിനിടയിലാണ്.
ഇതാണ് എൻ്റെ സ്മോൾ എക്സ് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഈ സ്മോൾ എക്സിനെക്കാട്ടി കുറവായിട്ട് നമുക്ക് വേണ്ടുന്നത് എന്താ? സ്മോൾ എക്സിനെക്കാട്ടി കുറവായിട്ടുള്ള ക്യാപിറ്റൽ എക്സിന്റെ വാല്യൂ ആണ്. അപ്പൊ ഇവിടെയാണ് എൻ്റെ സ്മോൾ എക്സ് കിടക്കുന്നതെങ്കിൽ അതിനെക്കാട്ടി കുറവായിട്ട് എക്സിന് എത്ര വാല്യൂസ് ഉണ്ട്? ഈ ഒരു വാല്യൂ കിടപ്പുണ്ട് അതിനെക്കാട്ടി കുറവായിട്ട്, അല്ലേ? അതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, അതിനെ നമ്മൾ തപ്പുമ്പം 1 എന്ന് പറഞ്ഞ വാല്യൂ നമ്മുടെ സ്മോൾ എക്സിനെക്കാട്ടി കുറവാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ആൻഡ് വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1? അതാണ് നമ്മുടെ പി ഓഫ് 1. ആൻഡ് പി ഓഫ് 1ന്റെ വാല്യൂ എന്താണ്? 1/6. അപ്പോൾ രണ്ടാമത്തെ ഇന്റർവെല്ലിലെ ക്യാപിറ്റൽ എഫ് എക്സിന്റെ വാല്യൂ 1/6 ആണ്. ഇനി നമ്മൾ അടുത്ത ഇന്റർവെല്ലിലോട്ട് പോയി, മൂന്നാമത്തെ ഇന്റർവെൽ. ഇവിടെ നമ്മുടെ എക്സ് കിടക്കുന്നത് 2നും 3നും ഇടയിലാണ്. 2നും 3നും ഇടയിലാണെങ്കിൽ നമ്മളുടെ നേരത്തെ അതേ മെത്തേഡ് അനുസരിച്ച് ക്യാപിറ്റൽ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആ എക്സിനെക്കാട്ടി കുറവുള്ള വാല്യൂസിന്റെ പ്രോബബിലിറ്റി. ഇതിനെക്കാട്ടി കുറവായിട്ട് ഇപ്പൊ എത്ര പേരുണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്. അതായത് ഈ മൂന്നാമത്തെ ഇന്റർവെല്ലിലാണ് കിടക്കുന്നതെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? എക്സ് ഈക്വൽ ടു 1,2നോട് ഈക്വൽ ആണ്. കാരണം എന്താ? നമ്മുടെ എക്സ് ഇതാ ഇവിടെയാണ് കിടക്കുന്നത്. ഇതിനെക്കാട്ടി കുറവായിട്ട് ഈ രണ്ട് വാല്യൂസ് നമ്മുടെ നമ്പർ ലൈനിൽ ഉണ്ട്. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 1,2. കോമ ഇട്ടാൽ സം ചെയ്യാന്നാണ് അർത്ഥം. അപ്പൊ ഇതിനെ നമുക്ക് കുറച്ചുകൂടെ സ്പ്ലിറ്റ് ചെയ്താൽ എന്താക്കാം? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. അതാണ് നമ്മുടെ 1/6 പ്ലസ് 1/6 2/6. ഇനി അതേപോലെ അടുത്ത ഇന്റർവെൽ, നാലാമത്തെ ഇന്റർവെൽ. നമ്മുടെ എക്സ് കിടക്കുന്നത് ഇവിടെ എവിടെയോ ആണ്. ഇവിടാണ് എക്സ് കിടക്കുന്നതെങ്കിൽ എക്സിനെക്കാട്ടി കുറവായിട്ട് ഇപ്പൊ എത്ര വാല്യൂസ് ഉണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ 3ഉം കൂടെ സം ചെയ്യണം. 3ഉം കൂടെ സം ചെയ്യുമ്പോൾ 1/6 പ്ലസ് 2/6 പ്ലസ് 1/6 പ്ലസ് 1/6 പ്ലസ് 1/6 എന്ന് വരും. അതാണ് 3/6. ഇനി അടുത്ത ഇന്റർവെൽ. അപ്പൊ നാലാമത്തെ ഇന്റർവെൽ ഇങ്ങനെയാണ് വരിക. അഞ്ചാമത്തെ ഇന്റർവെൽ ആകുമ്പോൾ എന്ത് വരും? ഒരു നമ്പറും കൂടെ കയറി വരും. നമ്മുടെ എക്സ് ഇപ്പൊ ഇവിടെ കിടക്കും. അപ്പൊ അതിനെക്കാട്ടി കുറവായിട്ട് ആരൊക്കെയുണ്ട്? 1ഉം 2ഉം 3ഉം 4ഉം ഉണ്ട്. അതുകൊണ്ട് ആഡ് ചെയ്യുമ്പം 4/6 എന്ന് വരും. അടുത്ത ഇന്റർവെൽ അത് ഓട്ടോമാറ്റിക്കലി 5/6 എന്ന് വരും. ലാസ്റ്റ് കേസിൽ എന്തായിരിക്കും? 7th കേസിൽ നമ്മുടെ എക്സ് കിടക്കുന്നത് ഇവിടെയാണ്. അപ്പൊ അതിനെക്കാട്ടി കുറവായിട്ട് ആരൊക്കെയുണ്ട്? 1ഉം 2ഉം 3ഉം 4ഉം 5ഉം 6ഉം ഉണ്ട്. അതുകൊണ്ട് 1/6 പ്ലസ് 1/6 പ്ലസ് 1/6 പ്ലസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ 1 ആയിരിക്കും. ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത് ഇങ്ങനൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു മെത്തേഡാണ്. മനസ്സിലാക്കിയാൽ ഓക്കെയാണ്. ഓക്കെ, ഒരു നമ്പർ ലൈൻ വരച്ചിട്ട് അതിനകത്തുനിന്ന് ഇന്റർവെൽസ് കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ. മനസ്സിലാവാത്തവർ ഒന്നുകൂടി ഈ ഭാഗം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ കുറെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ പറ്റും. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ആൻസേഴ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് എങ്ങനെയാണ് വന്നതെന്ന് നോക്കൂ. ആദ്യത്തെ വാല്യൂ 0. അത് കഴിഞ്ഞപ്പോ എന്തായി? 1/6 ആയി, 2/6, 3/6, 4/6, 5/6, 1. എന്ന് വെച്ചാൽ നമ്മുടെ എക്സിന്റെ റേഞ്ചിന് മുന്നേ ആയിരുന്നില്ലേ നമ്മുടെ ഒന്നാമത്തെ ഇന്റർവെൽ? എക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മുതലായിരുന്നു. അതിന് മുന്നേ ഉള്ള ഒന്നാമത്തെ ഇന്റർവെൽ അവിടെ ക്യാപിറ്റൽ എഫ് എക്സ് 0 ആയിരിക്കും. അതായത് റേഞ്ചിന് മുന്നേ ഉള്ള ഏത് വാല്യൂ എടുത്താലും അവിടെ ക്യാപിറ്റൽ എഫ് എക്സ് 0 ആയിരിക്കും. അവസാനം നോക്കൂ, റേഞ്ചിന് ശേഷമാണ് ലാസ്റ്റ് ഇന്റർവെൽ. 6 വരെ നമുക്ക് റേഞ്ച് ഉള്ളൂ, അതിന് ശേഷമാണ് ലാസ്റ്റ് ഇന്റർവെൽ. അപ്പോൾ റേഞ്ചിന് ശേഷമുള്ള ഏത് വാല്യൂ എടുത്താലും അവിടെ ക്യാപിറ്റൽ എഫ് എക്സ് 1 ആയിരിക്കും. മാത്രമല്ല എക്സിന്റെ വാല്യൂ കൂടുന്ന അനുസരിച്ച് നമ്മുടെ എക്സ് ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോവല്ലേ ചെയ്തേ, കൂടുന്ന അനുസരിച്ച് ക്യാപിറ്റൽ എഫ് എക്സിന് എന്താ സംഭവിക്കുന്നത് നോക്ക്. 1/6, 2/6, 3/6, 4/6 എന്ന് പറഞ്ഞ് അതും കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ക്യാപിറ്റൽ എഫ് എക്സ് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എക്സ് കൂടുമ്പം ക്യാപിറ്റൽ എഫ് എക്സും കൂടണം. അപ്പൊ ഇതൊക്കെ ക്യാപിറ്റൽ എഫ് എക്സിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ നമുക്ക് ആ പ്രോപ്പർട്ടീസിലോട്ട് പോവാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ എഫ് എക്സിന്റെ ഡെഫിനിഷൻ ഒന്നുകൂടെ നോക്കി. എന്തായിരുന്നു അത്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അപ്പൊ ക്യാപിറ്റൽ എഫ് എക്സ് ഒരു പ്രോബബിലിറ്റി തന്നെയാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ എഫ് എക്സിന്റെ വാല്യൂ വിൽ ലൈ ബിറ്റ്വീൻ 0 and 1. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി.
രണ്ടാമത്തെ പ്രോപ്പർട്ടി ഞാൻ നേരത്തെ പറഞ്ഞ ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിന് പകരം നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയും. കുറയില്ല, അതായത് എക്സ് കൂടുന്ന അനുസരിച്ച് എഫ് എക്സിന്റെ വാല്യൂ കൂടും. കൂടിയില്ലെങ്കിൽ പോലും കുറയില്ല. എക്സ് കൂടിയാൽ ഒന്നിൽ എഫ് എക്സ് കൂടും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അതാണ് ഈ നോൺ ഡിക്രീസിങ്ങിന്റെ അർത്ഥം. നിങ്ങളത് കൂടും എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ നമുക്ക് എന്ത് പറയാം രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട്? അതൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ അർത്ഥം? കൂടുക. കൂടുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കുറയില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് കുറയില്ല എന്ന അർത്ഥത്തിൽ നോൺ ഡിക്രീസിങ് എന്ന് യൂസ് ചെയ്തേക്കുന്നത്. അതായത് എക്സ് വണ്ണിന്റെ വാല്യൂ എക്സ് ടുവിനെക്കാട്ടി കുറവാണെങ്കിൽ എഫ് ഓഫ് എക്സ് വണ്ണും എഫ് ഓഫ് എക്സ് ടുവിനെക്കാട്ടിൽ കുറവായിരിക്കും. അതാണ് നോൺ ഡിക്രീസിങ്ങിന്റെ ഡെഫിനിഷൻ. പിന്നെ പറയുന്നത് ലിമിറ്റഡ് നെഗറ്റീവ് ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ പറയുന്നതിനെക്കാട്ടി നിങ്ങൾക്ക് വേണേൽ പറയാം എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0 ആൻഡ് എഫ് ഓഫ് ഇൻഫിനിറ്റി ഈക്വൽ ടു 1. ഇങ്ങനെ പഠിച്ചാലും മതി. അതിന്റെ അർത്ഥം എക്സിന്റെ റേഞ്ച് തുടങ്ങുന്നതിന് മുന്നേ, മൈനസ് ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ ഏറ്റവും ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, നമ്മുടെ റേഞ്ചിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, നമ്മുടെ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എഫ് എക്സ് 0 ആയിരിക്കും. അതാണ് എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0 എന്ന് പറയുന്നതിന്റെ മീനിങ്. ഓക്കെ, ആൻഡ് എഫ് ഓഫ് ഇൻഫിനിറ്റി ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ നമ്മുടെ എക്സിന്റെ റേഞ്ച് കഴിഞ്ഞാൽ, 6ന്റെ വാല്യൂ കഴിഞ്ഞപ്പോൾ എഫ് എക്സിന് എന്ത് സംഭവിച്ചായിരുന്നു? 1 ആയി മാറിയായിരുന്നു. ഇപ്പൊ എക്സ് ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ വലത്തുവശം എന്നർത്ഥം, റൈറ്റ് സൈഡ്. നമ്മുടെ റേഞ്ചിന്റെ റൈറ്റ് സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ എഫ് എക്സിന്റെ വാല്യൂ വിൽ ബി 1. ഓക്കെ, ആൻഡ് ഒരു പ്രോപ്പർട്ടിയുടെ ഉണ്ട്, എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്ന് പറയുന്നത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരിക്കും. ഇല്ല, ലാസ്റ്റ് പ്രോപ്പർട്ടി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി 4 പഠിച്ചു വെച്ചേക്കണം. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എക്സ് ലെസ് ദാൻ 1, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അടുത്തത് എഫ് എക്സ് ഇസ് എ നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ഓഫ് എക്സ്. മൂന്നാമത്തേത് എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി, ഇടത്തെ അറ്റം പോയാൽ എഫ് എക്സ് 0 ആയിരിക്കും, വലത്തെ അറ്റം പോയാൽ എഫ് ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ലാസ്റ്റ് പ്രോബിലിറ്റി പറയുന്നത് ഒരു ഇന്റർവെലിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ അപ്പർ വാല്യൂവിന്റെ എഫ് എക്സും എഫ് എക്സിൽ നിന്ന് ലോവർ വാല്യൂവിന്റെ എഫ് എക്സ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അഞ്ചാമത്തെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആദ്യത്തെ 4 പഠിച്ചു വെച്ചേക്കാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്യാപിറ്റൽ എഫ് എക്സിന്റെ കാര്യങ്ങൾ, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മതി. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അടുത്ത വീഡിയോയിൽ വി വിൽ ഗോ ഇൻ ടു ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ഓക്കെ, താങ്ക് യു.